വിശ്വാസം എന്നത് കേവലം ഒരു ഹൃദയത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, ഒരു ജീവിതത്തിലും കൂടെ അത് പ്രവൃത്തിയിലും കൂടെ കാണുന്ന ഒന്നാണ്. യാക്കോബിന്റെ ലേഖനം അങ്ങനെ പറയുകയാണ്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. അർത്ഥം ജീവനില്ലാത്ത. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. അപ്പൊ ദൈവത്തിന്റെ ഹിതങ്ങളും വചനങ്ങളും നമ്മൾ അറിയുമ്പോൾ അവനിൽ നാം വിശ്വസിക്കണം. ഒന്ന്. രണ്ട്, ഈ വിശ്വാസം നമ്മുടെ ലൈഫിൽ അത് പ്രകടമാക്കപ്പെടണം. ചേർന്ന് ദൈവത്തെ സ്തുതിച്ച്. വിശ്വാസം പ്രകടമാക്കപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ പല അവസ്ഥകളുണ്ടാകാം, പല സാഹചര്യങ്ങളുണ്ടാകാം, പല പ്രതിസന്ധികളുണ്ടാകാം. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, പക്ഷേ കർത്താവ് വീണ്ടും പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ ധൈര്യപ്പെടണം. കാരണം എന്തെന്നറിയാമോ? കഷ്ടം അനുഭവിക്കുന്നവന്റെ ക്വാളിറ്റിയോ അവൻ ആരെങ്കിലും ഉണ്ട് എന്നുള്ള ചിന്തയോ ധനമുണ്ടെന്നോ സ്റ്റാറ്റസ് ഉണ്ടെന്നോ കഷ്ടതകളെ നീക്കുപോക്ക് ചെയ്യുവാനുള്ള ഭൗതിക തലമുണ്ടെന്നോ ഒന്നുമല്ല കാര്യം. യേശു പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. ജയിച്ചവൻ കൂടെയുള്ളത് കൊണ്ട് നാമും ജയാളികളാണ്. എത്ര പേർ വിശ്വാസത്തോടെ ഒന്ന് പ്രതികരിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ പറ്റുന്നുണ്ട്? സ്തോത്രം. നാം ജയാളിയാണ്. നമുക്ക് വിജയകരമായിട്ട് ജീവിച്ചു മുന്നേറാൻ കർത്താവിന്റെ ഹിതം നാം അറിയും. എപ്പോഴും ദൈവത്തിനൊരു ഇഷ്ടമുണ്ടാകും നമ്മെ കുറിച്ച്, വ്യക്തിയെ കുറിച്ച്. ഈ ഇഷ്ടം അറിഞ്ഞെങ്കിൽ മാത്രമേ ദൈവ ഇഷ്ടത്തിൽ ജീവിക്കുവാൻ ഒരു സാധ്യമാകും. നമ്മൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? കർത്താവ്, എന്നെ കുറിച്ചിട്ടുള്ള നിന്റെ പദ്ധതി എന്നാണ്? എന്റെ കുടുംബത്തെ കുറിച്ചിട്ടുള്ള അങ്ങയുടെ പദ്ധതി എന്നാണ്? എന്റെ മക്കളെ കുറിച്ചിട്ടുള്ള അങ്ങയുടെ പദ്ധതി എന്നാണ്? എന്റെ ജോലിയെ കുറിച്ചിട്ടുള്ള അങ്ങയുടെ പദ്ധതി എന്നാണ്? ഒരുപക്ഷെ പലരും ചിന്തിച്ച് കാണും, ഒരുപക്ഷെ ചിലർ അറിഞ്ഞു കാണും അതെന്താണെന്ന്. ഒരു പക്ഷെ തീരെ അതിനെക്കുറിച്ച് അറിയാത്തവരുമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ നോക്കിയാൽ യേശുവിന് താൻ ഭൂമിയിൽ വന്നതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ധാരണയുണ്ട്. എന്തിനാ യേശു വന്ന്? നാം യേശുവിനെ പോലെ ആയിരിക്കണം. യേശുവിനറിയാം ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. സ്തോത്രം. നമുക്കിന്ന് പകലിലൊന്ന് ഓർക്കാൻ പറ്റുമോ, അറിയാൻ പറ്റുമോ എന്നെ കുറിച്ച് ദൈവത്തിന് എന്താണ് പദ്ധതി? ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഈ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് എന്നെ കുറിച്ച്, അതാണ് അറിയണം. നോക്കാം നമുക്ക് യേശുവിനെ കുറിച്ചൊന്ന് യോഹന്നാൻ 3-ാം അധ്യായം 8-ാമത്തെ വാക്യം ഒന്ന് ദയവായി വായിച്ചാൽ. യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ ആണ്. പിശാച് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ആദ്യം മുതൽ പാപം ചെയ്യുന്നവൻ. പിശാചിന്റെ പ്രവൃത്തികളെ ചേർന്ന് പറഞ്ഞ ഈ വാക്യം, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ചേർന്നൊരിക്കൽ കൂടെ പറഞ്ഞ് ഇത് ഈ വാക്യങ്ങൾ ഉച്ചരിക്കുമ്പോൾ തന്നെ അതിനകത്തുനിന്നൊരു വിടുതൽ സംഭവിക്കട്ടെ. ഈ വാക്യം ഉച്ചരിക്കുമ്പോൾ തന്നെ ഈ വാക്കിന് ദൈവജനത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതിനൊരു പവറുണ്ട്, അതിനൊരു ശക്തിയുണ്ട്. കർത്താവിന്റെ വചനത്തിനൊരു ശക്തിയുണ്ട്. അതില്ലാത്തതിന് ഉരുവാക്കാൻ കഴിയുന്ന ഒന്നാണ്. സ്തോത്രം. അത് വിശ്വസിക്കുന്നവരെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണ്. താങ്ക് യു ജീസസ്. ദൈവജനത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് ഉച്ചരിക്കുമ്പോൾ തന്നെ, ആ നാവിൽ നിന്ന് അത് പുറപ്പെടുമ്പോൾ തന്നെ വിടുതലുകൾ സംഭവിക്കും. പിശാചിന്റെ പ്രവൃത്തികളെ
അഴിക്കാൻ തന്നെ ആരാ പ്രത്യക്ഷനായത്? ചേർന്ന് പറഞ്ഞ യേശു കർത്താവ് പ്രത്യക്ഷനായി. അപ്പൊ യേശുവിന് വ്യക്തമായൊരു ധാരണയുണ്ട് താൻ ഭൂമിയിലേക്ക് എന്തിനാണ് വരുന്നത്. ഒറ്റ കാര്യം, പാപികൾക്ക് വേണ്ടി മരിക്കാൻ, പ്രത്യുത പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാൻ.